ഹലോ ഫ്രണ്ട്സ്, സയൻസിലെ ഒരു ടോപ്പിക്കായ ഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണെങ്കിൽ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണെങ്കിൽ ഏറ്റവും തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂണാണ്. ഫോബോസ്, ഡൈമോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ഫോബോസ്, ഡൈമോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ചുമന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ്. ഫോബോസ്, ഡൈമോസ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചുമന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ്. കാരണം അയൺ ഓക്സിജൻ്റെ സാന്നിധ്യം മൂലമാണ് ചുവപ്പ് നിറം ചൊവ്വയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. കാരണം മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് പച്ച നിറത്തിൽ കാണപ്പെടുന്നത്. യുറാനസിൻ്റെ വേറൊരു പ്രത്യേകത റോളിംഗ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. കൂടാതെ ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകളാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. നെപ്റ്റ്യൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തിയായി കാറ്റുകൾ വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. ഏറ്റവും വേഗത്തിൽ കാറ്റുകൾ വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രഹം നെപ്റ്റ്യൂണാണ്. നേരത്തെ പ്ലൂട്ടോ ആയിരുന്നു. പ്ലൂട്ടോയിനെ ഗ്രഹപദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇപ്പോൾ നെപ്റ്റ്യൂണാണ് ഏറ്റവും സൗരയൂഥത്തിലെ ഏറ്റവും അവസാന ഗ്രഹം നെപ്റ്റ്യൂണാണ്. ഗ്രഹങ്ങളുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. പ്ലൂട്ടോയിനെ ഇപ്പോൾ ഗ്രഹപദവിയിലില്ല. ഇപ്പോൾ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഒന്നും കൂടെ നോക്കാം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണെങ്കിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഫോബോസ്, ഡൈമോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ഫോബോസ്, ഡൈമോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ടൈറ്റൻ PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ടൈറ്റൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. എന്നാൽ ഗ്യാനിമേഡ് ഏറ്റവും വലിയ ഉപഗ്രഹം ഗ്യാനിമേഡാണ്. ഗ്യാനിമേഡ് വ്യാഴത്തിൻ്റെ ഒരു ഉപഗ്രഹമാണ് ഗ്യാനിമേഡ്. ഒന്നുകൂടെ നോക്കാം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണെങ്കിൽ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂണാണ്. ഇനി ഉപഗ്രഹങ്ങൾ ഫോബോസ്, ഡൈമോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹമാണെങ്കിൽ ടൈറ്റൻ ശനിയുടെ ഉപഗ്രഹമാണ്. ടൈറ്റൻ ശനിയുടെ ഉപഗ്രഹമാണ്. എന്നാൽ ഗ്യാനിമേഡ് ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. ഗ്യാനിമേഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഗ്യാനിമേഡ്. ശുക്രൻ്റെ പ്രത്യേകത ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. വർഷത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം ശുക്രനാണ്. കൂടാതെ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. ഇനി യുറാനസിൻ്റെ പ്രത്യേകത പച്ചഗ്രഹമാണ്. റോളിംഗ് പ്ലാനറ്റ്, അതുകൊണ്ട് തന്നെ ഉരുളുന്ന. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ് ഓൾ.